ഇപ്പോഴും മുഖത്തൊരു വിഷമം. അച്ഛൻ കോളേജിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും. എന്ത് പറ്റി കോളേജിന്? കുറച്ച് ദിവസമല്ല ഞാൻ കണ്ടിട്ടത്. കഴിഞ്ഞ ബുധനാഴ്ച കോളേജിന് കാലുവേദന കൂടിയിട്ട് ഡോക്ടറെ കാണിക്കാൻ പോയി. ഡോക്ടർക്ക് സംശയം നോക്കി ബയോപ്സിക്ക് അയച്ചു. ഇന്നലെ റിസൾട്ട് വന്നു. എല്ലിന് ക്യാൻസറാണ്. ചേച്ചി വിഷമിക്കാതില്ലേ? അങ്ങനെ പോലുമല്ല, ക്യാൻസറിന് ട്രീറ്റ്മെന്റ് ചികിത്സിച്ച മാറും. നമ്മുടെ പള്ളിയിൽ കുടിവെച്ച പുണ്യാളനായ മിസ്റ്റർ ജോൺ മരി വിയാനോട് പ്രാർത്ഥിച്ചിട്ട് എന്തോരം അത്ഭുതങ്ങളോ നമ്മുടെ ഇടയിൽ ഉണ്ടായ. ചേച്ചി തന്നെ അനുഭവമല്ലേ? ഒക്കെ മാറും. ചേച്ചി സമാധാനിച്ചില്ലേ? ഞാനും പോകണം ആ വീട്ടിൽ വരുന്നത്. എന്റെ വിയാനിക്കണോ ഇന്ന് ഈ ഇടവകയിലെ അവസാനത്തെ ദിവസമാണെന്നറിയാലോ. വികാരിയായിട്ട് ആദ്യം ചാർജ് എടുക്കാൻ പള്ളി. അതും വിയാനിക്കുഞ്ഞാണ് മധ്യസ്ഥതയിലുള്ളതെന്ന് അറിഞ്ഞപ്പോ സന്തോഷം സമാധാനമായി. കാരണം പഠിക്കുന്ന സമയത്ത് ഞാൻ കുഞ്ഞാളെ പോലെ അസല് മണ്ണായിരുന്നല്ലോ. കുഞ്ഞാളെ കാണിച്ച വഴിയിലൂടെ ഞാൻ പോയിട്ടുള്ളൂ. അപ്പ കിട്ടിയതാണ് നമ്മുടെ പോളാറ്റിനെ ചികിത്സിച്ചു. കുഞ്ഞാളെ രക്ഷിച്ചേ. ഞാൻ ആദ്യമായിട്ട് വീട് വെച്ചിട്ട് പോയി ദിവസം അവിടെ സർക്കാരൊക്കെ കുഞ്ഞാളെ നോക്കിയില്ലേ. ഞാൻ ഇടവയിലെ പുതിയ വിചാരിച്ച വീട് വെച്ചിട്ടുണ്ടോ? അയ്യോ അച്ഛാ, ഞാൻ അറിയില്ല. ചേച്ചിയുടെ പേര് ജെസ്സി, ചേട്ടന്റെ പേര് പോൾ, മോളുടെ പേരെന്താ? പള്ളിയിലേക്കൊന്നും വരാറില്ലേ? പുതിയ വികാരിച്ചൊന്നും അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. അത് പിന്നെ അച്ഛോ, പള്ളിക്കൊക്കെ വരാറുണ്ടായിരുന്നു. മോള് കൊയറിലും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ പോളേട്ടാണോ പ്രശ്നം? അതൊക്കെ ഞാൻ അങ്ങനെ ശരിയാക്കിയോളാം. ചേച്ചി പള്ളിക്ക് വരണം. മോള് കൊയറിൽ പാടും വേണം. അതൊന്നും ശരിയാവില്ല അച്ഛോ. പോളേട്ട് ഒരു കേസിൽ പെട്ടിരിക്കുകയാണ്. ആർക്കും ആളെ കണ്ടുകൂടാ. ആളെ മാത്രല്ല ഞങ്ങളെ. എന്ത് കേസ് ചേച്ചി? ഇലക്ഷൻ സമയത്ത് ടൗണില് എതിർ പാർട്ടിക്കാരുടെ ഓഫീസിൽ നേരെ പോളേട്ടൻ ബോംബ് എറിഞ്ഞുത്രേ. പാർട്ടിക്കാരുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരാളതിൽ മരിച്ചു. അതിൽ പിന്നെ നാട്ടുകാർക്കൊക്കെ ഭയങ്കര പേടിയാണ്. ഇപ്പൊ അയൽപ്പക്കാര് വരെ ഞങ്ങളെ അകറ്റി നിർത്തിയിരിക്കുക.